ഈ പ്ലാവ് നമുക്ക് നട്ട 3-ാം വർഷമാണ് അതിൽ ചക്ക ഉണ്ടായി തുടങ്ങിയതാകും. അങ്ങനെ വർഷത്തിൽ 2 തവണ അതിൽ നിന്ന് ചക്ക ഉണ്ടാകും. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ J33 പ്ലാവിനെ കുറിച്ച്, വിയറ്റ്നാം മേർലി പ്ലാവിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വിയറ്റ്നാം മേർലി പ്ലാവില് വർഷത്തിൽ 2 തവണ ചക്ക ഉണ്ടാകുന്നതാണ്. അത് 6 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചക്ക ഉണ്ടായി തീർന്നിട്ട് 1 മാസം ഒരു കാലതാമസം എടുക്കും. പിന്നീട് വീണ്ടും നമുക്കതിൽ ചക്ക ഉണ്ടാകും. അങ്ങനെ വർഷത്തിൽ 2 തവണ അതിൽ നിന്ന് ചക്ക ഉണ്ടാകും. പിന്നെ നമുക്ക് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെറസിന്റെ മുകളില് ഡ്രമ്മിലൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് 1 വർഷം കഴിഞ്ഞ് കായ്ക്കുന്ന പ്ലാവാണ്. ആദ്യത്തെ വർഷം ഒരു 4 ചക്കയൊക്കെയാണ് ഉണ്ടാകത്തുള്ളൂ. പിന്നീട് അതിൽ ഇഷ്ടംപോലെ ചക്കകൾ ഉണ്ടാകും. അപ്പം നമ്മളതിൽ ഒരു ഞെട്ടിൽ തന്നെ ഒരുപാട് ചക്കകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കി നമ്മളത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഉള്ളത് നന്നായിട്ട് തന്നെ ഉണ്ടാകും. പിന്നെ നമുക്ക് കറുമുറ തിന്നാൻ നല്ലത് രുചിയുടെ കാര്യത്തിലാണേലും മണത്തിന്റെ കാര്യത്തിലാണേലും നല്ല പേര് പോലെ തന്നെ സൂപ്പർ എയർലി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ നടാൻ പറ്റുന്ന നല്ലൊരു പ്ലാവിനുമാണ്. അടുത്തതായി നമ്മുടെ J33 പ്ലാവാണ്. അത് നമുക്ക് നട്ടിട്ട് 3-ാം വർഷമായിട്ട് കായ്ച്ചു തുടങ്ങിയായിരുന്നു. ധാരാളം ചക്ക ഉണ്ടാകും. ചക്കപ്പഴമാണെങ്കിൽ തേൻ വരിക്കയേക്കാൾ നല്ല മധുരമാണ്. മണത്തിന്റെ കാര്യത്തിലും രുചിയുടെ കാര്യത്തിലും കേമൻ തന്നെയാണ് J33 പ്ലാവിന്റെ ചക്ക എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സൂപ്പർ എയർലി ചക്കപ്പഴം ആയി ഇട്ട് വെച്ച ശേഷം അതിന്റെ തൊണ്ട് പെട്ടെന്ന് തന്നെ കേടായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം കൂടുതലൊന്നും ചക്കപ്പഴം ആയി കഴിഞ്ഞാൽ ഇട്ട് വെച്ച ശേഷം ഇത് ഇരിക്കില്ല. എന്നാൽ J33 അങ്ങനെയല്ല. നമുക്ക് ഏതൊരു ചക്കപ്പഴം ഇരിക്കുന്നതിനെ കഴിഞ്ഞ് ഒരു 3-4 ദിവസം കൂടി അധിക ദിവസം ഇരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്താനായിട്ട് ഈ 2 പ്ലാവും ഒരുപോലെ നല്ലതാണ്. പിന്നെ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നല്ലത് എപ്പോഴും J33 തന്നെയായിരിക്കും. അതിന് നല്ല തണ്ടിനൊക്കെ നല്ല വണ്ണം വെക്കും. അതായത് നമുക്ക് ചക്കയ്ക്കൊക്കെ ഒരു 15-20 കിലോ ഭാരം വരും. അപ്പോൾ എപ്പോഴും നല്ലത് അത് തന്നെയായിരിക്കും. വീട്ടാവശ്യത്തിന് നമുക്ക് ഈ 2 പ്ലാവും വളർത്താൻ സാധിക്കും. പിന്നെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഈ 2 പ്ലാവും വളർത്താനായിട്ട് സാധിക്കും. ഒത്തിരി പൊക്കം അങ്ങ് വെച്ച് പോകത്തില്ല. നമുക്ക് ചക്ക പറിച്ചെടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ട് ഈ 2 പ്ലാവും വെക്കാവുന്നതാണ്. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയെ അത്ഭുത പ്ലാവ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇത് നമ്മുടെ ചക്കയുടെ സീസൺ അല്ലാത്തപ്പോഴും ഇതിൽ കായ്ഫലമുണ്ടാകും. തായ്ലൻഡാണ് ഇതിന്റെ ജന്മദേശമെന്ന് പറയപ്പെടുന്നു. എന്തായാലും ലോകമെമ്പാടും പ്രചാരം നേടിയിരിക്കുന്നതാണ് വിയറ്റ്നാം സൂപ്പർ എയർലി. സുഗന്ധം മാത്രമല്ല, നല്ല കറുമുറ തിന്നാൻ പറ്റിയതുമാണ് സൂപ്പർ എയർലി ചക്കപ്പഴം. J33 പ്ലാവ് ഒരു മലേഷ്യൻ പ്ലാവിനമാണ്. ഇതിന്റെ ചക്ക മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 15-25 കിലോഗ്രാം വരെയൊക്കെ തൂക്കം ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ തണ്ടിന് വണ്ണമുള്ളത് കൊണ്ട് തന്നെ അത് ഇതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പോൾ ഇതിന്റെ രുചിയും മണവും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ്.